ഹായ് ഓൾ. സോ ഈ വീഡിയോ നീറ്റ് 2025 അസ്പയർ ചെയ്യുന്ന നീറ്റ് 2025 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 2025 നീറ്റ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു മുൻ വർഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം ഇനി എഴുതാൻ പോകുന്ന ഇപ്പം നടക്കുന്ന നീറ്റ് 2024 റിസൾട്ടിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ടെൻഷനായതും അതേപോലെ NTA ഭാഗത്തു നിന്നുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇവൻ്റ് ഓഫ് ഇതും കുട്ടികൾ കടന്നുപോയ ഒരു പ്രഷർ സിറ്റുവേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 ജേണി ഇപ്പം റിപ്പീറ്റ് ചൂസ് ചെയ്തോ അല്ലെങ്കിൽ 2025 MBBS പോലുള്ള കോഴ്സുകൾ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്നൊരു അവസ്ഥയായിരിക്കും ഇപ്പോൾ. ശരിക്കും നമ്മളാരും വിചാരിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ് ശരിക്കും ഈ ഒരു 2024 റിസൾട്ടും അതിന് ശേഷമുണ്ടായ ഈ പറഞ്ഞ ഡ്രാമാസിലൊക്കെ സംഭവിച്ചത്. അതായത് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായി നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസി നടത്തുന്ന ഒരു പരീക്ഷ, അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ക്ലാരിറ്റി കുറവിലുണ്ടായ പ്രശ്നങ്ങൾ ശരിക്കും അതൊരുപാട് ഇറ്റ് ഹാസ് അഫക്റ്റഡ് മെനി പീപ്പിൾ. അപ്പം ഇങ്ങനൊരു അവസരത്തിൽ എല്ലാവർക്കും തോന്നുന്നൊരു ചിന്തയാണ്. കാരണം ഈ വർഷം 2024 ഏകദേശം 720 സ്കോർ ചെയ്ത കുട്ടികൾക്ക് ഇനി അവരെ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യുന്ന എയിംസ് ഡൽഹി കിട്ടുമോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പം അതിനി അടുത്ത വർഷത്തിനെ എങ്ങനെ ബാധിക്കും എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഫോർ എക്സാമ്പിൾ ഇപ്പം 67 കാൻഡിഡേറ്റ്സിന് ഫുള്ള് കിട്ടിയ ഒരു ഇയറിൽ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടി എന്നുള്ളൊരു NTA ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം ദാറ്റ് അസൈഡ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു 23 lakhs കുട്ടികൾ എഴുതിയിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ ഇതിനൊരു ഇൻക്രീസ്ഡ് നമ്പർ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫുകൾക്ക് എന്ത് മാറ്റമാണ് വരിക, അല്ലെങ്കിൽ ഏതൊരു രീതിയിലായിരിക്കും എൻ്റെ ഇനി വരുന്ന 2025 സ്റ്റഡി പാറ്റേൺസിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഞാനൊരു ടെൻസ്ഡ് അല്ലെങ്കിൽ പ്രഷറായിട്ട് തന്നെ കാണേണ്ടതാണോ, അല്ലെങ്കിൽ നോർമലായി എനിക്കത് പഠിച്ചു പോകേണ്ട ഒരു അവസ്ഥ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്. അപ്പം നീറ്റ് 2025 ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നടക്കുന്ന വിവാദങ്ങളുടെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കോമ്പറ്റീഷൻ ഈസ് ഓഫ് കോഴ്സ് ഇൻക്രീസിങ്. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫൗണ്ടേഷൻ തൊട്ട് പഠിച്ച് നീറ്റ് ക്രാക്ക് ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിലൂടെ നീറ്റ് ക്രാക്ക് ചെയ്യുന്നവരുണ്ടാവാം. അതിൻ്റെയൊക്കെ എണ്ണം കാര്യമായി റേസ് ചെയ്ത, അൺയൂഷ്വലി കാര്യമായി റേസ് ചെയ്ത ഒരു ഇയർ ആയിരുന്നു ശരിക്കും ഈ വർഷം നടന്നത്. അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു റിയാലിറ്റി, ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ബിക്കോസ് കോമ്പറ്റീഷൻ ഈസ് ഓഫ് കോഴ്സ് ഇൻക്രീസിങ്. അതനുസരിച്ച് കട്ട് ഓഫ് കൂടാന്നുള്ളത്. മറ്റൊന്നാണ് പേപ്പർ ഡിഫിക്കൽട്ടി. അപ്പം 2024 പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി 2020 ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ പോലും ഒക്കെ മോഡറേറ്റ് പേപ്പർ, ഒരുപാട് ഈസി ആണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്തൊരു പേപ്പറാണ്. പക്ഷെ എന്നാൽ പോലും പേപ്പർ ഡിഫിക്കൽട്ടി ഹാസ് എ ഫാക്ടർ. പേപ്പർ ഡിഫിക്കൽട്ടിക്ക് ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പേപ്പർ ഡിഫിക്കൽട്ടി ഇനിയിപ്പം കോമ്പറ്റീഷൻ കൂടിയുകൊണ്ട് പേപ്പർ ഡിഫിക്കൽട്ട് ആയിരിക്കുമോ, അങ്ങനെയുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പേപ്പർ ഡിഫിക്കൽട്ടിയെ കുറിച്ച് തന്നെ ഫസ്റ്റ് സംസാരിക്കാം. അതായത് ഈ 200 ചോദ്യങ്ങൾ 3 മണിക്കൂർ 20 മിനിറ്റിലാണ് നിങ്ങൾ നേരിടുന്നത്. അതിൽ 180 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതെല്ലാം കറക്റ്റാക്കി എന്നുള്ള എയിമിൽ തന്നെയായിരിക്കും എല്ലാവരും പഠിച്ചു പോവുക. 700+ എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഡ്രീം തന്നെയാണ്. അപ്പം ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് നമുക്ക് ഒരിക്കലും അൾട്ടിമേറ്റ്ലി ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം 50 ചോദ്യങ്ങളാണ് നീറ്റ് എക്സാമിന്. അതിനുള്ള സമയം ശരിക്കും നിങ്ങൾക്കറിയാം, ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണുള്ളത്. അപ്പം ഹെവിലി ടഫറായിട്ടുള്ളൊരു പരീക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ പേപ്പർ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2021 നീറ്റിൽ നിങ്ങൾ കണ്ട പോലെ ഒരു ചോദ്യ പേപ്പർ ആവാം, അല്ലെങ്കിൽ 2016 നീറ്റിൽ കണ്ട പോലെ ഒരു ചോദ്യ പേപ്പർ ആവാം, അല്ലെങ്കിൽ ഈ റീസെൻ്റ് ഇയർ 2024 കണ്ടൊരു രീതിയിലുള്ള ചോദ്യ പേപ്പർ ആവാം. പിന്നെയും കുറച്ചും കൂടെ ഒരു എക്സാം ഒരു ടൈറ്റ്നെസ്സിൽ പിടിക്കണമെങ്കിൽ അവർക്ക് കൂടുതലായും ബയോളജി സബ്ജക്ട്സിൽ തന്നെ കുറച്ചും കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആവുന്ന രീതിയിൽ മാറ്റിയാലായിരിക്കും ശരിക്കും ഈ ഒരു എക്സാം പാറ്റേണിൽ പേപ്പർ ഡിഫിക്കൽട്ട് ആകാൻ പറ്റുക. സോ പേപ്പർ ഡിഫിക്കൽട്ടീസ് അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിനെ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പഠിച്ചു പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ വരത്തുള്ളൂ. അതുകൊണ്ട് എക്സ്ട്രീം ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും ഒരു B സെക്ഷൻ എന്നൊക്കെ ചിലപ്പോൾ ഒരു 6 or 7 ക്വസ്റ്റ്യൻസ് ഒരു എപ്പോഴും ചോദിക്കുന്ന പോലെ ഡിഫിക്കൽട്ടി ലെവലിൽ ചോദിക്കുക. അത് അതിൻ്റെ പാറ്റേൺ ആണ്. 60% ഓഫ് ഈസി ക്വസ്റ്റ്യൻസും ബാക്കി മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ബാക്കി ഒരു 10% അല്ലെങ്കിൽ 7% മാത്രം ഹാർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഒരു ലെവലിൽ തന്നെയായിരിക്കും നീറ്റ് എക്സാം എപ്പോഴും ഉണ്ടാവുക.
പിന്നെ ഈ പറഞ്ഞ പോലെ പേപ്പർ ഡിഫിക്കൽട്ടി എഫക്ട് ചെയ്യാൻ സാധ്യത ബയോളജിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരുന്ന പ്രിപ്പറേഷൻസിൽ 2025 ഫിസിക്സ് ഇപ്പം സൈലത്തിലേക്ക് നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ട ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഇവിടെ ഇപ്പം DPPസിലായിക്കോട്ടെ, അതേപോലെ ഇവിടുത്തെ ടെസ്റ്റ് സീരീസുകളിലായിക്കോട്ടെ, GI ബേസിലായിക്കോട്ടെ, ആ മോഡൽ ചോദ്യങ്ങൾ തന്നെയാണ് ഈ വർഷം ഫിസിക്സിലും ചോദിച്ചിട്ടുള്ളത്, കെമിസ്ട്രിയിലും ചോദിച്ചിട്ടുള്ളത്, ബയോളജിയിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ആക്ച്വലി സേഫാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബയോളജിയിൽ കൂടുതലായിട്ട് ഏത് രീതിയിലും ചോദ്യങ്ങളെ അനലൈസ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളെയും സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുക. ഇങ്ങനൊരു ചോദ്യത്തിന് അങ്ങനൊരു വശമുണ്ടെന്നും ഇങ്ങനൊരു വശമുണ്ടെന്നുള്ള രീതിയിൽ ബയോളജി ഒരിക്കലും കുറച്ച് കാണാതെ മാക്സിമം 360 തന്നെ സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ പേപ്പർ ഡിഫിക്കൽട്ടി ടെൻഷൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഈ 2025 നിങ്ങൾ ഇപ്പോൾ ഈ 2024 പേപ്പറിൽ നിന്ന് മാറി 2025 ചിലപ്പോൾ ബയോളജിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ടെസ്റ്റുകൾ വന്നാൽ പോലും ബയോളജി പൂർണ്ണമായി പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ സാധിക്കും. അവിടെയാണ് മറ്റൊന്ന് കാര്യം, ക്വാളിഫയിങ് മാർക്കിൻ്റെ കാര്യം. അതായത് ഇപ്പോൾ നീറ്റ് ക്വാളിഫയിങ് എന്ന് പറയുന്നത് ശരിക്കും ഈ അബ്രോഡ് അഡ്മിഷൻസ് അല്ലെങ്കിൽ നീറ്റിൻ്റെയും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും ബേസിൽ ഇന്ത്യയിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ക്വാളിഫയിങ് മാർക്സ് പറയുന്നത്. അത് ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 160 to 200 റേഞ്ചിലാണ്. അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നീറ്റ് പരീക്ഷ ജയിച്ചു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അബ്രോഡ്സിലാണെങ്കിൽ MBBS അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും 2025 നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് വരിക. പക്ഷേ MBBS ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് ജനറൽ കാറ്റഗറി കേരളത്തിലേക്കാണെങ്കിൽ കട്ട് ഓഫിന് ഈ പറഞ്ഞ പോലെ 2024 ട്രെൻഡ് അനുസരിച്ച് ആ ഒരു റേഞ്ചിൽ തന്നെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം, കാറ്റഗറി വൈസാണ് ഈ ചേഞ്ചസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുക. അപ്പം അതും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പ്. ഇപ്പോൾ നിങ്ങൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഈ വർഷം നീറ്റിന് വേണ്ടി വരുന്ന വർഷം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാറ്റഗറി ഫോളോ അപ്പ് എങ്ങനെയാണ്, റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, എത്ര സീറ്റുകൾ ഉണ്ടെന്നൊക്കെ ഉള്ള ജനറൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ ബേസിക്കലി ഈ വർഷം പോലെ തന്നെ ആവും അടുത്ത വർഷം എന്നുള്ളൊരു ഇതിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ഒരിക്കലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. ഈ 2025 കുറച്ചുകൂടെ സ്ക്രൂട്ടനൈസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നടത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ സിലബസിൻ്റെ കാര്യങ്ങളിൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പം പഠിപ്പിക്കുന്ന സിലബസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് മുൻപോട്ട് പോവാം. അതുപോലെ മറ്റൊരു കാര്യം, നീറ്റ് എന്ന് പറഞ്ഞാൽ MBBS മാത്രമല്ല, നിരവധി അവസരങ്ങൾ നൽകുന്ന നിരവധി കോഴ്സുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ പറഞ്ഞു, നമ്മളിപ്പം MBBSൻ്റെ കാര്യം പറഞ്ഞപ്പം BDSനും ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടി ഗവൺമെൻറ് കോളേജസിൽ. വെറ്ററിനറി സയൻസിനും കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടെ കട്ട് ഓഫ് കൂടി. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ആ കോഴ്സുകൾ ഈ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവും തോറും ആ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള അവസരം ഒഴുകുകയാണ്. ആ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. അപ്പം എന്ത് അൾട്ടിമേറ്റ്ലി എയിം ചെയ്ത് പഠിച്ചാലും ദർ ഈസ് അനദർ വിൻഡോ എന്നുള്ളൊരു ഹോപ്പിൽ തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സാമുകൾ എഴുതുക, GIBs എഴുതുക, AATS എഴുതുക, വീക്ക്ലി ടെസ്റ്റുകളും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും സൈലം തന്നെ നടത്തുന്ന NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി അടിപൊളിയായി തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇഫ് നത്തിങ് ഹാപ്പൻസ് ഫ്രം ദ NTA സൈഡ് നമുക്ക് പ്രശ്നമില്ലാതെ തന്നെ ഈ 2025 ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നതും. സോ all the very best for NEET 2025. Thank you.